ആൾക്കാരാണ് നിൽക്കുന്നത്. 54ാമത് സ്റ്റേറ്റ് സ്കൂൾ കലോത്സവം നടക്കുവാണ് ഇവിടെ. ഞങ്ങളിവിടെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് കാണാനുള്ള ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. ഞാൻ മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നത്, നമ്മുടെ കൂടെ സിംഗു ഉണ്ട്. സിംഗുവിൻ്റെ കൂടെയാണ് ഞാൻ വന്നത്. പക്ഷേ സിംഗു അവിടെ സ്റ്റക്കായിപ്പോയി. എത്തിയോ സിംഗു ഇത്ര നേരം ഭയങ്കര ബിസി ആയിരുന്നു. സിംഗുവിൻ്റെ കൂടെ ഇന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നെ ആരും മൈൻഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഭയങ്കര ചൂടാണ്, ഇവിടെ ആൾക്കാരൊക്കെ ഭയങ്കര ചൂടാണ്. അതൊന്നും വകവയ്ക്കാതെ ഇവിടെ മത്സരങ്ങൾ തകർപ്പായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചു കൂട്ടുകാർക്ക് കൊച്ചു ടി വി കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോ പ്രോഗ്രാംസും ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളെയും കൂടി ഇതിലേക്ക് എൻജോയ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. കൊച്ചു ടി വി സ്റ്റോളിലേക്ക് വിജയികളെത്തി തങ്ങളെ പരിചയപ്പെടുത്തിയത് കൊച്ചു കൂട്ടുകാർക്കൊപ്പം മുതിർന്നവർക്കും വിസ്മയം പകർന്നു. മികവ് തെളിയിച്ചവരെ അടുത്തറിയാൻ അതൊരു അവസരവുമായി. കൊച്ചുകൂട്ടുകാരെ ഒഡീസി അവതരിപ്പിക്കുന്ന 54ാം കേരള സ്കൂൾ കലോത്സവം പാലക്കാട് നടക്കുകയാണ്. ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഒത്തിരി നല്ല കോമ്പറ്റീഷൻസ് പോകുന്നുണ്ട്. കുച്ചിപ്പുടി കഴിഞ്ഞു, ഇപ്പോൾ ഡ്രാമ കഴിഞ്ഞു, ഗ്രൂപ്പ് സോങ്സ് കഴിഞ്ഞു, അങ്ങനെ ഒത്തിരി പ്രോഗ്രാംസ് കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സംസ്കൃത ഡ്രാമ ടീമിനെയാണ് നമ്മൾ ഇനി പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. സംസ്കൃത ഡ്രാമ എങ്ങനെയുണ്ടായിരുന്നു? വളരെ ടഫ് കോമ്പറ്റീഷൻ ആയിരുന്നു. 19 ടീംസ് ഉണ്ടായിരുന്നു. അതിൽ സെക്കൻഡ് ഗ്രേഡ് വി ആർ വെരി ഹാപ്പി. പിന്നെ ഈ മോള് പാട്ട് പാടും അല്ലേ? മിനിയാന്ന് സംസ്കൃത ഗാനാലാപനത്തിന് ഫസ്റ്റ് ഗ്രേഡ് ഉണ്ട്. ഓക്കെ, ഒരു 2 വരി പാടാവോ? നീലാംബരി രാഗസാന്ദ്രഗീതം വിഭാവിതലാസ്യ വിലാസഗീതം മായാമരാള വിപഞ്ചികയാ പരിലാസിതയാദവഗീതം. ഭാവിയിലെ ചിത്രയും സുജാതയൊക്കെ ആവട്ടെ, ഞാൻ ആശംസിക്കാം. നിങ്ങളുടെ സ്കൂളിലൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നോ നിങ്ങളുടെ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട്? നല്ല സപ്പോർട്ടീവ് ആണ്. നിങ്ങൾ ഈ നാടകം അല്ലാതെ വേറെ ഏതെങ്കിലും കോമ്പറ്റീഷൻ ചേർന്നിട്ടുണ്ടോ? ആരാണ്? പാടുവോ? നെഞ്ചുക്കുൾ പെയ്തിടും മാമഴை நீருக்குள் மூழ்கிடும் தாமரை சற்றென்று மாறுது வானிலை பின்னே உன்மேல் பிழை ஹோ இல்லாமல் வீசிடும் பேரலை நெஞ்சுக்குள் நீந்திடும் காரகை பொன் வண்ணம் சூடிய காரிகை പെണ്ണിനി കാഞ്ചനൈ. നന്നായി പാടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും പ്രതിഭകളാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ കൊച്ചു ടി വിക്കായിട്ട് സാൻസ്ക്രിറ്റ് ഡ്രാമ കുറച്ച് ഒന്ന് കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി കാണിക്കാൻ പാടില്ലേ? ഓൾ റൈറ്റ്. കിമിതം നന്നു ഹം രാമാനുജോ ലക്ഷ്മണഃ അയേ ഭ്രാതുഃ പരവശേ തിഷ്ഠനഹം കഥം കാമപരവശഃ സ്യാത് അയേ പ്രതികൂലമിതം മാചരിതം യഥേഷ സവ്രീഡ ഉബ്ദം സപ്രഗ്ലിത ശത്വദേന മൂർധനാവതന വദത്കരോമി ന സമാധിഃ സ്ത്രീഷു ലോകസ്മിഃ നഹി നഹി മയോപേക്ഷിതേ ഭവതി സാമ്പ്രതം അവസ്ഥാന്തര ശോചനീയസ്യ ഗുരോരലംഘനീയേന ശാസനേന ഗുരു. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നല്ലോണം പെർഫോം ചെയ്തിട്ടോ. ഇനിയും അടുത്ത വർഷം നിങ്ങൾക്ക് വേറെ കോമ്പറ്റീഷൻ ഉണ്ടോ? ഇല്ല, ഇപ്രാവശ്യം തീർന്നു. ഇനിയിപ്പോൾ അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാം. ഫസ്റ്റ് വാൻസിട്ട് വരണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒഡീസി അവതരിപ്പിക്കുന്ന 54ാം സ്കൂൾ കേരള കലോത്സവമാണ് നമ്മളോട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റോസ് ഉടുപ്പിട്ട കുട്ടികൾ വേറെ ആരുമല്ല, നമ്മുടെ കൊച്ചു ടി വിയുടെ സ്വന്തം കൂട്ടുകാർ തന്നെയാണ്. ഇവർ സെയിൻറ്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്, കാലിക്കറ്റ് അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു കോമ്പറ്റീഷൻസ് ഒക്കെ? ടഫ് കോമ്പറ്റീഷൻ. പൊതുവേ സ്റ്റേറ്റിൽ അങ്ങനെ ആയിരിക്കുമല്ലോ, പല ഡിസ്ട്രിക്റ്റിൽ നിന്നും ഫസ്റ്റ് കിട്ടിയവരായിരിക്കില്ല സ്റ്റേറ്റിലെത്തുക. ഓക്കെ, ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്? എന്താ പേര്? പല്ലവി, 10th പഠിക്കുന്നു. ജിയോണ 9th പഠിക്കുന്നു. അംബിക 10th പഠിക്കുന്നു. ഊർമിള 9th. ലക്ഷ്മിശ്രീ 10th പഠിക്കുന്നു. ദേവിക 10th. ഓക്കെ, 9th 10th ക്ലാസ്സസിലാണ് ഇവർ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സും കണ്ണും എല്ലാം കണ്ണുളിപ്പിക്കുന്ന ഡ്രസ്സുകളും മനസ്സുളിപ്പിക്കുന്ന പാട്ടുമാണ് ഇവർ പാടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കൊച്ചു കൂട്ടുകാരൊക്കെ നമ്മുടെ ഈ പാട്ടിൽ നമുക്ക് എൻജോയ് ചെയ്യാം. जनकण्ण विहगे महिते स्नेहार्णवचरिते वीरचरित्र पुलकिते अम्मे भारताम्बे वन्दे वन्दे मातरम्. वेदं रचिच्च ഇതിഹാസം കുറിച്ച ഗാന്ധിയും ടാഗോറും ശിവജിയും ഉദിച്ച പവിത്ര ചരിത്ര ജനനി ഭാരത ഭൂമി. ജയ 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 തേ ജയ ജയ തേ ജയ ജയ ജനനി
जयते जय जय जयति 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 जननी माते जय 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 भारतम जय 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 भारतम जय 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 भारतम भारतम ഓക്കെ, അടിപൊളി പെർഫോമൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. നന്നായിട്ട് പാടിയിട്ടോ. എത്ര നാളായി പ്രാക്ടീസിങ് തുടങ്ങിയിട്ട്? നമ്മുടെ ടീം ലീഡർ ലക്ഷ്മിയോടെ ചോദിക്കാം. സ്കൂൾ തുടങ്ങിയ ആ സമയത്ത് തന്നെ തുടങ്ങി. അതിന് മുന്നേ തുടങ്ങിയിട്ട് നമുക്ക് മെയ് ആകുമ്പോഴേക്കും തുടങ്ങിയിട്ടായിരുന്നു. അപ്പോൾ ഈ പ്രാക്ടീസ് പഠിത്തത്തിനെ ബാധിക്കുമായിരുന്നോ? ഇല്ല കാര്യമായിട്ടൊന്നുമില്ല. 3 ടൈംസിലാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാറ്? പിന്നെ നമ്മൾ സാറ്റർഡേ സൺഡേസ് ഒക്കെ വന്ന് പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, പിന്നെ ടീച്ചേഴ്സൊക്കെ ഏത് ടീച്ചറെ പഠിപ്പിച്ചത് പാട്ടൊക്കെ? നമ്മൾ നോബി എന്ന് പറഞ്ഞിട്ടൊരു സാറാണ് പഠിപ്പിച്ചു തന്നെ. ലിറിക്സ് ചെയ്തത് സുരേഷ് എന്ന് പറഞ്ഞിട്ടൊരു സാറ്. പിന്നെ ഇതിൻ്റെയൊക്കെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് തന്നെയാണ്, സിസ്റ്റർ റോസറീറ്റ. പിന്നെ ഞങ്ങളെ മ്യൂസിക് ടീച്ചർ മിസ് ഷൈനി. പിന്നെ എല്ലാ പാരൻസും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ A ഗ്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്, വലിയ വലിയ ഗായികമാരാവട്ടെ എല്ലാവരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഒഡീസി അവതരിപ്പിക്കുന്ന 54ാം കേരള സ്കൂൾ കലോത്സവം പാലക്കാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒത്തിരി കൂട്ടുകാരെ പരിചയപ്പെട്ടു. ഡാൻസുകാരെ, പാട്ടുകാരെ, മോണാക്ടുകാരെ, മിമിക്രിക്കാരെ, അങ്ങനെ ഒത്തിരി പേരെ നമ്മൾ പരിചയപ്പെട്ടു. നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പറഞ്ഞ ഒരു കൊച്ചു കൂട്ടുകാരിയാണ്, കുച്ചിപ്പുടി അവതരിപ്പിക്കുന്ന കൂട്ടുകാരി. എന്താണ് പേര്? മേഘായസ്. ഓക്കെ, എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ നിർമ്മല ഭവൻ സ്കൂൾ. എവിടെ? തിരുവനന്തപുരം കവടിയാറ്. ട്രിവാൻഡ്രം. ഇപ്പോൾ എത്ര വർഷമായി കുച്ചിപ്പുടി പഠിക്കാൻ തുടങ്ങിയിട്ട്? 9 വർഷമായി. പേരൻസ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണോ? പേരൻസ് ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ്. കുച്ചിപ്പുടി മത്സരം കഴിഞ്ഞിറങ്ങിയ മേഘ അപ്പം നമുക്ക് വേണ്ടി 2 ഭാവങ്ങൾ കാണിക്കില്ലേ നമ്മുടെ കൊച്ചി TV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഓക്കെ. ഒഡീസി അവതരിപ്പിക്കുന്ന 54ാം കേരള സ്കൂൾ കലോത്സവം പാലക്കാട് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പാലക്കാടിൻ്റെ സ്വന്തം സന്തതി അല്ലേ, ആതിര. നമുക്കൊരു കൊച്ചു കൂട്ടുകാരെ പരിചയപ്പെടാം. മിമിക്രിക്ക് ഈ വർഷം സ്റ്റേറ്റ് ലെവൽ തേർഡ് A ഗ്രേഡ് കിട്ടി വന്നിരിക്കുകയാണ്. ഓക്കെ, ആതിര എവിടെയാണ് പഠിച്ചത്? ഏത് സ്കൂളാണ്? ഞാൻ ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിച്ചത്. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര ടഫായിരുന്നോ? കോമ്പറ്റീഷൻ ടഫായിരുന്നു. ഞാൻ സ്റ്റേറ്റിലെ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് തന്നെ പേടി ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്ന് തോന്നുന്നു. എത്രയിലാണ് പഠിക്കുന്നത്? ഞാൻ 10th. ഇപ്പോൾ 10th-ലാണ്. അപ്പോൾ പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ പ്രാക്ടീസൊക്കെ ഗുലുമലായോ ആകെ കൂടി? ഇല്ല അങ്ങനെയൊന്നും. നമ്മുടെ കൊച്ചി TV കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കുറച്ച് മിമിക്രി കാണിച്ചു കൊടുക്കാവോ? ഓൾറെഡി അപ്പം നമ്മുടെ കൊച്ചു കൂട്ടുകാരെ നമുക്ക് ചെറിയൊരു മിമിക്രി കാണാം. ഹായ് വ്യൂവേഴ്സ്, ഏവർക്കും സിനിമ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമാ ലോകം 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ മലയാള സിനിമയിലേക്ക് ഇതാ ഒരു എത്തിനോട്ടം. മലയാളിക്ക് എക്കാലവും മറക്കാനാവാത്ത ചിത്രമായിരുന്നു ചെമ്മീൻ. എൻ്റെ കൊച്ചു മുതലാളി, ഐ ഡോണ്ട് ഹാവ് ഇൻട്രസ്റ്റ്, മൈ ബേബി ഈസ് ക്രൈയിങ്. ഓക്കെ, താങ്ക് യു ആതിര. വലിയൊരു കലാകാരിയാവട്ടെ, നടിയാവട്ടെ ആശംസിക്കുന്നു. ഒഡീസി അവതരിപ്പിക്കുന്ന 54ാം കേരള സ്കൂൾ കലോത്സവം പാലക്കാടിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ മനോഹരമായ നൃത്ത ചുവടുകൾ കണ്ടു. ഇനി നമുക്ക് അടുത്തായിട്ട് കാണാൻ പോകുന്ന നമ്മൾ പരിചയപ്പെടുന്ന കൂട്ടുകാരികൾ ദേശഭക്തിഗാനം അവതരിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇവർ BSS ഗുരുകുലം ആലത്തൂർ പാലക്കാട് സ്വദേശികൾ തന്നെയാണ് ഇവർ. അപ്പോൾ നമുക്ക് ഇവർ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. എന്താണ് പേര്? എൻ്റെ പേര് പൂജ. എത്രയിലാണ് പഠിക്കുന്നത്? 10th. ശ്വേത 10th. അർച്ചന 10th. നവനീത 10th. കീർത്തന 9th. രൂപ 10th. പവിത്ര 8th. ഓക്കെ, അപ്പോൾ ഒരു 8th ഒരു 9th ബാക്കിയെല്ലാം 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ബോർഡ് എക്സാം ആണല്ലോ, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രാക്ടീസിൻ്റെ ടൈമിൽ ബുദ്ധിമുട്ട് വരാറുണ്ടോ? ടൈമിങ് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരാറില്ല. ഞങ്ങൾ അതും ഇതും രണ്ടും ഒരുമിച്ചാണ് കൊണ്ടുപോകാറ്. പേരൻസ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണോ നിങ്ങളുടെ? അതെ, നല്ല സപ്പോർട്ടീവാണ്. ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടീവാണ്. ഞങ്ങളുടെ സ്കൂളിൽ ടോട്ടൽ 60 ഐറ്റം പങ്കെടുക്കുന്നുണ്ട് കലോത്സവത്തിൽ. നല്ല സപ്പോർട്ടീവാണ്. സ്റ്റേറ്റിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു പാട്രിയോട്ടിക്. കഴിഞ്ഞ വർഷം 3rd ആയിരുന്നു. ഓക്കെ, അല്ല ഈ വർഷത്തെ റിസൾട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ വർഷം 3rd. ഓക്കെ, അപ്പോൾ എന്തായാലും പാലക്കാട് സ്വദേശിനികളായ ഇവരുടെ തന്നെ ദേശഭക്തിയാണ് നമുക്ക് കേൾക്കാം. ജന്മനാടിനായി ജീവിതം ഹോമിച്ച ധീരദേശാഭിമാനികൾ, അവർ അഗ്നിയിൽ നാം വിട്ട പോരാളികൾ, സ്വതന്ത്ര ഭൂമിതൻ തേരാളികൾ. വന്ദേ മാതരം, വന്ദേ ഭാരതം, വന്ദേ മാതരം,
വന്ദേ ഭാരതം. അപ്പോൾ PSS ഗുരുകുലം പാലക്കാട് എന്ന സ്കൂളിലെ ടീച്ചർ നമുക്ക് പരിചയപ്പെടാം. ഷീസിൻ്റെ ടീച്ചർ ഈ മ്യൂസിക് നോർമലി ഇവരുടെ സ്കൂളിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നതിന് ട്യൂൺ ഇടുന്നതും രചിക്കുന്ന എല്ലാം ടീച്ചർ തന്നെയാണ്. നമുക്ക് ടീച്ചറോട് ചോദിക്കാം, ടീച്ചർ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസസ്? കുട്ടികൾ നന്നായി പാടി. കഴിഞ്ഞ വർഷം അവർ ഇതുപോലെ തന്നെ നന്നായി പ്രസൻറ്റ് ചെയ്തു. ഞങ്ങൾ വരികൾക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യാറ്. ഓക്കെ, അത് നമ്മുടെ വെറുതെ ഭാരതത്തെക്കുറിച്ച് മാത്രം പ്രകീർത്തിക്കാതെ ഭാരതത്തിന് വേണ്ടി മരിക്കുന്ന ആൾക്കാരെ കുറിച്ച് അങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും പാട്ട് കേട്ടപ്പോൾ നമുക്കത് മനസ്സിലായി അതിന്റെ ലിറിക്സിന്റെ അർത്ഥം. ഓക്കെ, ആ ഒരു സ്പിരിറ്റ് കുട്ടികൾക്ക് അവർ അത് ഉൾക്കൊണ്ടിട്ടാണ് പാടുന്നത്. ഓക്കെ, നന്നായിട്ട് പാടി. എല്ലാവരും വലിയൊരു കലാപ്രതിഭകളാവട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെ രാവിലെ 9 മണി മുതൽ 16 വേദികൾ ഒരേ സമയം പല പല ക്രൈറ്റീരിയയിലെ കോമ്പറ്റീഷൻസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നിനോടൊന്നും ഇവിടെ ഭയങ്കര കോമ്പറ്റീഷൻ ആയിട്ട് എല്ലാവർക്കും എവിടെ പോയി കാണണം എന്നറിയത് ഓടി നടന്നിട്ടാണ് എല്ലാവരും പ്രോഗ്രാംസ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ കൊച്ചു TV പ്രേക്ഷകർക്ക് കൂട്ടുകാർക്ക് നമ്മൾ ഈ പ്രോഗ്രാംസ് ഇതേപോലെ തന്നെ ഓടി നടന്നാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മൾ അത്രയും ഭയങ്കര അവർ മത്സരിക്കുന്നതോടൊപ്പം തന്നെ നമ്മളും മത്സരിച്ചാണ് ഓടി നടന്ന് ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്ത് നിങ്ങൾക്കായി എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. സ്റ്റേജ് ഐറ്റങ്ങൾക്കും കൊച്ചു TV സ്റ്റോളിലെ കൂട്ടുകാരുമായുള്ള അഭിമുഖങ്ങൾക്കും ഒപ്പം പ്രേക്ഷകർ കൂടുതലായി ആസ്വദിക്കുകയും പങ്കെടുക്കുകയും ചെയ്ത ഒരിനം കൊച്ചു TV ഒരുക്കിയ ഗെയിം ഷോകളായിരുന്നു. കൊച്ചുകൂട്ടുകാരെ ODC അവതരിപ്പിക്കുന്ന 54 കേരള സ്കൂൾ കലോത്സവത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് കൊച്ചുകൂട്ടുകാരെ, നിങ്ങളെ പോലത്തെ കൊച്ചുകൂട്ടുകാരെ പരിചയപ്പെടാം. എന്താ പേര്? മുഹമ്മദ് ഫംഷീർ. ഓക്കെ, എത്ര പഠിക്കണോ? 5. ഇവിടെ പാലക്കാട് തന്നെയാ? ഓക്കെ, പേര് പറയൂ. ആകാശ്. ഓക്കെ, എത്ര പഠിക്കണേ? 2nd. മോൻ എത്ര പഠിക്കണേ? LKG B. LKG B ലാണോ? പേരെന്താണ്? ഫൈസ്. ആഹാ, പേരെന്താ? മേഘ. എത്ര പഠിക്കണേ? UKG. UKG-ല്. പേരെന്താ? അടുത്തേക്ക് വാ. ഉത്തര. ഉത്തര, എത്ര പഠിക്കുന്നേ? 2nd. ചേച്ചി ഒരു ഗെയിം തരട്ടെ, കളിക്കുവോ? ആ, കളിക്കുവോ? പാലക്കാട് എന്നൊക്കെ പറയോ? ടൈം സ്റ്റാർട്ട്സ് നൗ. പാലക്കാട്. 5 seconds. ഓൾറൈറ്റ്, മോൻ പറയോ പാലക്കാട്? മോൻ മിടിക്കനല്ലേ? മിടിക്കനല്ലേ? പാലക്കാട് എന്നൊക്കെ പറയില്ലേ? പറഞ്ഞോ. ഇരുന്നോ? ചിരി ഉള്ളായിരുന്നല്ലോ പാലക്കാട്. പാലക്കാട്. 2 സെക്കൻഡ്, കുഴപ്പമില്ല. എന്തായാലും എല്ലാവരും നല്ലോണം പെർഫോം ചെയ്തു. കൊച്ചു കൂട്ടുകാരെ കൂടുതൽ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിച്ചുവെങ്കിലും മുതിർന്നവരും അതിൽ ഭാഗഭാക്കാകാൻ മത്സരിച്ചു. രക്ഷിതാക്കളും അധ്യാപകരും കലോത്സവ നഗരിയിൽ കാഴ്ചക്കാരായെത്തിയ മറ്റു കൂട്ടുകാരും ആവേശത്തോടെയാണ് ഓരോ ഗെയിം ഷോവിനെയും വരവേറ്റത്. സമ്മാനങ്ങൾ നേടുക എന്നതിലുപരി ഷോയിൽ പങ്കെടുത്ത് കൂട്ടുകാരുമായി ആവേശവും ആനന്ദവും പങ്കുവയ്ക്കുക എന്നതായിരുന്നു പലരുടെയും ഉദ്ദേശം. കൊച്ചുകൂട്ടുകാർക്ക് JRC എന്താണെന്ന് അറിയാവോ? ജൂനിയർ റെഡ് ക്രോസ്. അതായത് ഈ കാണുന്ന കുട്ടികൾ, ഇവരുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കലോത്സവം വളരെ ഭംഗിയാക്കുക. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഹെൽപ്പിന് വേണ്ടിയിട്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓടിയെത്തുന്ന കൊച്ചുകൂട്ടരാണ്. ഇവരാകെ നമ്മളെല്ലാവരെയും ഹെൽപ്പ് ചെയ്ത്, ഇത്രയും ജനക്കൂട്ടങ്ങളെ ഹെൽപ്പ് ചെയ്ത് വളരെ ക്ഷീണിതരായിട്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചു TV ഇവർക്കൊരു ചെറിയൊരു ഗെയിം ഷോ പ്ലാൻ ചെയ്യും. ഇവർക്കൊരു റിലാക്സേഷൻ, ഇവർക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്. കൊച്ചുകൂട്ടുകാരെ, അപ്പോൾ ഞങ്ങൾ ഗെയിമിന് റെഡിയാണ്. നിങ്ങൾ റെഡിയല്ലേ? എന്താ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് എന്ന ഡിസ്ട്രിക്റ്റിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ഈ കൂട്ടത്തിൽ ആർക്കാം? നമുക്ക് നോക്കാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. പാലക്കാട്. 6 seconds. റെഡി, 1 2 3 സ്റ്റാർട്ട്. പാലക്കാട്. 8 seconds. ഓക്കെ, നമുക്കിവിടെ തുടങ്ങാം. പേരെന്താണ്? ദീപു. നിന്റെ പേരെന്താ? റോഷൻ. പേര്? നിങ്ങൾക്ക് എത്രയിലാണ് പഠിക്കണേ? 8th. ഓക്കെ, നമുക്ക് ഗെയിം തുടങ്ങാം. അപ്പോൾ റെഡി, 1 2 3 സ്റ്റാർട്ട്. പാലക്കാട്. 10 seconds. കൈയടിക്ക്, നിങ്ങൾ കൈയടിക്ക്. പേരെന്താണ്?
അജ്മൽ. എത്രയില് പഠിക്കണോ? 8ല്. ഓക്കെ, ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. റെഡി 1 2 3 സ്റ്റാർട്ട്. ഞാൻ വിചാരിച്ചു ഈ കൂട്ടുകാരനാണ് ഈ കൂട്ടുകാരെ ഭയങ്കര സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൂട്ടുകാരൻ പാലക്കാട് എന്ന് പറയുമ്പോൾ കൈ അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെയോ മനസ്സിലായത് ഇവൻ പാലക്കാട് എന്ന് പറയുമ്പോൾ പുറകെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ദിസ് ഇസ് ചീറ്റിംഗ്. നമുക്ക് പരിചയപ്പെടണ്ടേ? എന്താ പേര്? എത്രയിലാ പഠിക്കുന്നേ? ഗെയിം റെഡിയാണോ? തുടങ്ങാം. അപ്പോ റെഡി 1 2 3 സ്റ്റാർട്ട്. പാലക്കാട്. 11 seconds. Alright. പേര് പറയൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. പാലക്കാട്. 12 seconds. നിന്നെ ഒരു സെക്കൻഡിൽ വെട്ടിച്ചു. എന്താ പേര്? എത്രയിലാ പഠിക്കണേ? തുടങ്ങാം. വെട്ടിക്കോ ഇവനെ. പൊട്ടിക്കോ ഇവനെ. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. പാലക്കാട്. 9 seconds. വെട്ടിച്ചില്ല. നീ ഇവനെ വെട്ടിക്കാൻ ആരാ ഉള്ളത്? നീയാണോ? നിങ്ങൾ 3 പേരുണ്ട്. നിങ്ങൾ ആരെ ഇവനെ വെട്ടിക്കണം നോക്കാം കേട്ടോ. പേരെന്താ? റെഡി 1 2 3 സ്റ്റാർട്ട്. പാലക്കാട്. ഓ 10 seconds. പേരെന്താണ്? സഞ്ജയ്. റെഡി 1 2 3 സ്റ്റാർട്ട്. പാലക്കാട്. 8 seconds. രാവിലെ എന്ത് കഴിച്ചു എന്നാ പറഞ്ഞത്? ചോറ് കഴിച്ചു. ഇച്ചിരി കഴിച്ചോളോ. സ്റ്റാർട്ട്. പാലക്കാട്. 7 seconds. അപ്പൊ ഇവനാണ് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചെന്ന് തോന്നുന്നത്. ഭയങ്കര എനർജറ്റിക് ആയിട്ട് പാലക്കാട് നിന്ന് കുറെ നേരം സസ്റ്റെയിൻ ചെയ്ത് പറഞ്ഞു. രാവിലെ എന്താ കഴിച്ചത്? എത്രണ്ണം കഴിച്ചു? 3 ഇവിടെ കഴിച്ചു. ഇവിടെ നിന്ന് 3 കഴിച്ചുള്ളൂ. അപ്പൊ ഇവിടുത്തെ ഇഡ്ഡലിക്ക് ഭയങ്കര എനർജിയാന്നാണ് പറയണത്. അപ്പൊ കൺഗ്രാജുലേഷൻസ്. ഓക്കെ കൊച്ചു കൂട്ടുകാരെ, അപ്പൊ നമുക്ക് ഈ ഗ്രൗണ്ടിൽ കുറച്ച് കൊച്ചു കൂട്ടുകാരെ പരിചയപ്പെടാം. ഓക്കെ, എന്താ പേര്? രേഷ്മ. എത്രയിലാ പഠിക്കണേ? ഓക്കെ, പേര്? ദൃശ്യ. എത്രയിലാണ്? 9th. ആതിര 8th, കീർത്തി 9th. ദേവിക 8th, നിമിത 9th. സൂര്യ 9th, അഫിദ 8th. അർച്ചന 8th. നിങ്ങളൊക്കെ ഒരേ സ്കൂളിലാണോ പഠിക്കുന്നത്? ഡിഫറെന്റ് സ്കൂളിലാണ്. നിങ്ങളൊക്കെ നേരത്തെ അറിയാവോ? നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടാണോ? ഓക്കെ, അപ്പൊ കൊച്ചുകൂട്ടികൾ നമുക്കൊരു ചെറിയ ഗെയിം കളിപ്പിച്ചാലോ? അവരെ കൊണ്ട് ഗെയിം കളിച്ചാലോ? റെഡി അല്ലേ? റെഡി പറ. റെഡി. ഓൾറൈറ്റ്. അപ്പൊ ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1 എന്ന് പറയുമ്പോൾ അത് എന്നും 2 എന്ന് പറയുമ്പോൾ ഇത് എന്നും പറയണം. ഫോർ എക്സാമ്പിൾ 1 2 ഇത്രയുള്ള ഗെയിം. ഇതാണ് കൂട്ടുകാരെ ഗെയിം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 2 ഇത് 2 ഇത് 2 ഇത് 2 1 1 അത് ഇത് ഇതാണ് പ്രശ്നം. ഇതാണ് ഗെയിം. ഓക്കെ, 1 അത് 2 ഇത് 1 അത് 1 അത് 1 അത് 2 1 1 ഇത് അത് അത് 1 2 1 1 അത് 1 അത് 1 അത് 2 ഇത് 1 അത് 1 അത് 1 1 2 അത് ഇത്. ഓക്കെ, 1 അത് 2 ഇത് 1 അത് 1 2 1 അത് ഇത് ഇത് അത് 1 അത് 2 ഇത് 2 ഇത് 2 2 2 ഇത് 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 1 2 1 ഇത് അത് ഇത് ഇത് അത് 1 2 2 2 1 ഇത് ഇത് അത് 2 1 1 ഇത് ഇത് ആ ഇത് ആ 1 1 2 1 2 2 അത് ഇത് ഇത് 2 1 1 ഇത് ഇത് അത് അത് അയ്യോ, ഞാൻ ആകെ 3 അല്ലേ പറഞ്ഞുള്ളൂ. 4 പറയുന്നതിനാ. 1 അത് 2 ഇത് 1 അത് 1 1 2 ഇത് അത് ഇത് 2 1 1
അത് ഇത് കൺഫ്യൂഷൻ 1 അത് 2 ഇത് 2 ഇത് 2 2 1 ഇത് ഇത് ഒന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും ഭയങ്കര എനർജറ്റിക് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എല്ലാവരും നമ്മളിനി അടുത്ത് പരിചയപ്പെടുന്ന കുറച്ച് കൊച്ചു കൂട്ടുകാരിയാണ്. എന്താ മോനെ പേര്? ദീപക്. ഓക്കെ, എന്തില് പഠിക്കണോ? 4th. ഇവിടെ പാലക്കാടല്ലേ താമസിക്കണേ? ഓക്കെ, മോന്റെ പേരെന്താ? പ്രദീപ്. എത്രയിലാ പഠിക്കണേ? 4th. അനിയനാ? അല്ല, ട്വിൻസ്. ട്വിൻസ് ആണ് നിങ്ങള്? അതാണ് ഒരേ ഡ്രസ് ഒക്കെ ഇട്ടിരിക്കണേ. ആഹാ, പേരെന്താ? പ്രവീൺ. എത്രയിലാ പഠിക്കണേ? 2nd C. എടുത്തിട്ട് വാ. അരുന്ധതി. 2nd. ഓക്കെ, ചേച്ചി ഒരു ചെറിയ ഗെയിം തരട്ടെ, കളിക്കുവോ? 1 തൊട്ട് 10 വരെ എല്ലാവർക്കും നമ്പർ അറിയാലോ. അപ്പൊ ഞാൻ 1 എന്ന് പറയുമ്പോ അതിന്റെ നെക്സ്റ്റ് ഡിജിറ്റ് എന്താ? അത് ഇംഗ്ലീഷ് പറയണം. അപ്പൊ ചേച്ചി 1 മലയാളത്തിലല്ലേ പറഞ്ഞേ? അപ്പൊ നെക്സ്റ്റ് ഡിജിറ്റ് 2 എന്ന് പറയണം. ഞാൻ 4 എന്നാ പറയണെങ്കിൽ നെക്സ്റ്റ് ഡിജിറ്റ് 5 എന്ന് പറയണം. ഗെയിം മനസ്സിലായോ? അതെ, അവനെ കാര്യം പിടി കിട്ടി. നീ പിടിക്കണല്ലോടാ. അടുത്തോട്ട് വാ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ മിണ്ടരുതേ. 1 2 3 പോട്ടെ, സാരല്ല. അനിയ അനിയാന്നല്ല, ഫ്രണ്ട്സ് ആണല്ലേ. നിങ്ങൾ ആരും മൂന്ന് ആക്ച്വലി മോനാണ് മൂന്ന്. അപ്പൊ അനിയൻ തന്നെയാണ്. 3 4 പോയി. 6 7 അവൻ ആലോചിക്കാൻ പറയണേ. ആലോചിക്കാൻ സമയം തരില്ല കേട്ടോ, കുറച്ച് സമയം തരില്ലേ. വാ, മോൻ പറയാൻ നോക്കട്ടെ. 1 2 അതാ അവനെ എണ്ണം കൂടി അറിയില്ലെങ്കിൽ ഞാൻ ആദ്യമേ ചോദിച്ചല്ലേ 1 തൊട്ട് 10 വരെ അറിയാവുന്ന. 1 തൊട്ട് 10 വരെ പറഞ്ഞേ. 1 2 3 4 5 6 7 8 9 10. മലയാളത്തിൽ പറഞ്ഞേ. 1 2 3 1 2 3 4 5 6 7 8 9 10. മിടുക്കനാണല്ലോ, അപ്പൊ അറിയാം. കളിയില്ലേ, വാ. 2 3 4 5. എല്ലാരും ആലോചിച്ചാണ് പറഞ്ഞത്. എന്തായാലും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടോ. 7ാം നാൾ എല്ലാവരും കലോത്സവ നഗരിയോട് വിട പറഞ്ഞത് വേദനയോടെ തന്നെയായിരുന്നു. ഒത്തുചേർന്നാനന്ദിച്ച ആ നാളുകൾ വരാൻ ഇനിയും 1 വർഷം. എങ്കിലും ഈ കലോത്സവം പകർന്നു നൽകിയ ഓർമ്മകൾ ഈ വർഷം മാത്രമല്ല മാധുര്യത്തോടെ നിൽക്കുക. കൊച്ചു ടിവിയെ അടുത്തറിയാനും സിംഗുവിനെ പരിചയപ്പെടാനും വേണ്ടി ഇനിയും കലോത്സവത്തിലേക്ക് എത്താമെന്ന് ഓരോരുത്തരും പരസ്പരം പറഞ്ഞ് കൈവീശി ഈ വർഷം അവർ മടങ്ങിപ്പോവുകയാണ് വീണ്ടും വരാൻ വേണ്ടി. കലോത്സവങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത വർഷം ഇനിയും മികവുറ്റ പ്രകടനവുമായി തിരിച്ചു വരുമെന്ന ശുഭപ്രതീക്ഷയോടെ ഇപ്പോൾ താൽക്കാലികമായി എല്ലാവരും പിരിഞ്ഞു പോകുന്നു. ഒഡീസി അവതരിപ്പിക്കുന്ന 54ാം കേരള കലോത്സവം ഇവിടെ സമാപിക്കുകയാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം കാണുവരേക്കും ദിസ് ഈസ് സോനു സൈനിങ് ഓഫ്. സാധാരണ പ്രണയേ ഹരോ വികളിത നിജോത്കർഷ്യ ഈർഷ്യാവശേന ഗതാന്യതഃ ക്വചിത പീലതാ കുഞ്ചേ ഗുഞ്ചന്മധുവൃത മണ്ഡലേ മുഖരശിഖരേ ലീനാദീനാപ്യുവാചാരഃ